VS മരിക്കുമ്പോൾ ഇനി അങ്ങനെ ഒരാളില്ല. അതിനെ ഉൾക്കൊള്ളുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏറ്റവും ഒടുവിൽ VS സുഖമില്ലാതെ ഇപ്പോൾ SUTയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിന് ശേഷം അതിനുശേഷം നിരന്തരം ആളുകൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്താണ് VSൻ്റെ അവസ്ഥ എന്നുള്ളത് അറിയാനായിട്ട്. അപ്പോൾ തന്നെ ആളുകൾക്ക് ആ ഒരു ആശങ്കയും ആകാംക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു. അതിനു മുമ്പാണെങ്കിൽ ഇപ്പോഴും മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു VSൻ്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോഴെല്ലാം VSൻ്റെ മകൻ അരുൺകുമാർ പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം വളരെ ആരോഗ്യവാനായി തന്നെ ഇരിക്കുന്നു, പക്ഷേ സന്ദർശകരെ അനുവദിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. എന്തായാലും തീർച്ചയായും അദ്ദേഹം ആ 5 വർഷവും ആരോഗ്യവാനായി തന്നെ പിന്നിട്ടിരിക്കുന്നു. കാരണം 102ാമത്തെ വയസ്സിലാണ് അദ്ദേഹം നമ്മളോട് വിട പറയുന്നത്. അപ്പോൾ ആരോഗ്യവാനായി തന്നെ അദ്ദേഹം ആ കാലം അങ്ങ് പിന്നിട്ടിരിക്കുന്നു, ഒരു 100 നൂറ്റാണ്ട് കാലം പിന്നിട്ടിരിക്കുന്നു. നമ്മളൊക്കെ ആ സമയത്തിന് ശേഷം കാണുന്നത് ഇപ്പോഴാണ് അദ്ദേഹത്തെ. അതെ, അതിനുശേഷം കണ്ടിട്ടില്ല അദ്ദേഹം. ഞാൻ പറഞ്ഞല്ലോ സേതു, അതായത് ഈ 2006 തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ സജീവമായ മറ്റൊരു പ്രവർത്തന മുഖം നമ്മൾ കണ്ടു. തെരഞ്ഞെടുപ്പ് വേദികളിൽ ഒരു പാർട്ടിയെ ഈ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്നത്, പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ നയിക്കുക എന്നത് VS അച്യുതാനന്ദൻ്റെ ഒരു പുതിയ സംഗതിയല്ല. ആലപ്പുഴ ജില്ലയിൽ അന്ന് നയിച്ച 9 പേരെ, ആദ്യ തെരഞ്ഞെടുപ്പിൽ 9 പേരെ വിജയിപ്പിച്ച പാർട്ടി സെക്രട്ടറിയാണ് VS അച്യുതാനന്ദൻ. അതിനുശേഷം ഇന്ത്യയിലെ ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് ദേവികുളം മണ്ഡലത്തിലാണ് നടക്കുന്നത്. ആ 57 തെരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിൽ പാർട്ടി ചുമതല കൊടുക്കുന്നത് VS അച്യുതാനന്ദനാണ്. അതായത് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ്. അവിടുത്തെ പ്രചാരണത്തിന് ഇന്ന് ഇപ്പോഴത്തെ ദേവികുളം മണ്ഡലം അല്ല കേട്ടോ. ദേവികുളം മണ്ഡലം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ ഹൈറേഞ്ച് മുഴുവൻ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോഴത്തെ ഉടുമ്പൻചോല, പീരുമേട് മണ്ഡലങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ പ്രദേശമാണ് ഈ ദേവികുളം മണ്ഡലം. ആ ദേവികുളം മണ്ഡലത്തിൽ ഇന്ത്യയിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്നത്, ചുമതലക്കാരനായി നിൽക്കുന്നത് VS അച്യുതാനന്ദനാണ്. റോസമ്മ പുന്നൂസാണ് അന്ന് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. വലിയ വിജയം നേടിക്കൊടുക്കുകയും ചെയ്തു. വലിയ വിജയം. ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അവിടെ പയറ്റാവുന്ന എല്ലാ തന്ത്രങ്ങളും ആ കാലത്ത് ചെയ്യാവുന്നതെല്ലാം ചെയ്തു എന്ന് പറയുമ്പോൾ എവിടം വരെ എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണമല്ലോ. തമിഴ്നാട്ടിൽ നിന്ന് പാവലർ ബ്രദേഴ്സിനെ കൊണ്ടുവന്ന് അവരുടെ ഗാനമേള നടത്തി എല്ലാ സ്ഥലത്തും. കാരണം തമിഴ് വോട്ടർമാർ ധാരാളമുള്ള തോട്ടമേഖലയാണല്ലോ, തൊഴിലാളികളുള്ള വലിയ പ്രദേശമാണ്. ആരാണ് ഈ പാവലർ ബ്രദേഴ്സ്? ഇളയരാജയും ഇളയരാജയുടെ ചേട്ടനും അനിയനും അടങ്ങുന്ന സംഘമാണ് ഈ പാവലർ ബ്രദേഴ്സ് എന്ന് പറയുന്നത്. ഇന്ന് ഇളയരാജയ്ക്ക് 14 വയസ്സാണ് പ്രായം. അപ്പോൾ ഇവർ വന്ന് അവിടെ മുഴുവൻ ഗാനമേളകൾ നടത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നമ്മളിപ്പോൾ കാണുന്ന ഗാനമേള പോലെയല്ല. ഓരോ കവലയിലൊക്കെ പോയിട്ട് ഇവർ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് പാട്ട് പാടുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് VSന് തമിഴ് ഗാനങ്ങളോട് വല്ലാത്ത പ്രണയമായിരുന്നു. യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം പാട്ട് കേട്ടിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഡ്രൈവർമാർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഒട്ടും ചിന്തിക്കില്ലല്ലോ. VS ഇങ്ങനെ യാത്ര ചെയ്യുന്നത് പാട്ടൊക്കെ കേട്ടാണ് എന്നുള്ളത്. നമ്മൾ എന്തുകൊണ്ടോ അങ്ങനെയുള്ള ഒരു VSനെ അല്ലല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരാൾ കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ആ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം, ആ ഇന്ത്യയിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിജയമുണ്ടാകുന്നു എന്നുള്ളതാണല്ലോ. ആ വിജയം നേടിക്കൊടുത്തത് VS അച്യുതാനന്ദനാണ്. അതിനുശേഷം അദ്ദേഹം പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിലേക്കോ അല്ലെങ്കിൽ സംഘടനാപരമായ നിലയിലേക്കോ ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പിന്നീട് പോകുന്നത്. പിന്നീട് അദ്ദേഹം ഈ 2006 മുതലുള്ള അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ജീവിതം വേറൊരു ലെവൽ തന്നെയാണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം ഈ 2016 അദ്ദേഹം നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ്. അദ്ദേഹത്തിൻ്റെ 90-നോടടുക്കുമ്പോൾ അദ്ദേഹം നടത്തുന്ന ആ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നുള്ളത്, അദ്ദേഹം ആ സമയത്തൊക്കെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരാൾ മുഖ്യമന്ത്രിയായി 83-ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രി, 82-ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാൾ റിട്ടയർ ആകുകയാണല്ലോ അത് കഴിഞ്ഞാൽ എന്നാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയേ അല്ല. അദ്ദേഹം വീണ്ടും സജീവമാവുകയാണ്. വീണ്ടും അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സുപ്രധാനമായ പോരാട്ടങ്ങളിൽ അദ്ദേഹം നിൽക്കുന്നു. അവിടെ നമ്മൾ ഒരുപക്ഷെ മുന്നിൽ നിന്നുള്ള ക്യാമറകൾ കാണാത്ത ചില പിൻകാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതായത് VS നിവർന്നു നിന്ന് പ്രസംഗിക്കും. ആ പ്രസംഗം തീരുന്നത് വരെ അദ്ദേഹത്തിൻ്റെ നടുവിൽ ഇങ്ങനെ പിന്നിൽ നിന്നൊരു സഹായി ഒരു കൈ ഇങ്ങനെ കൊടുത്തിരിക്കും. കാരണം അത് ആവേശത്തോടെ ഇങ്ങനെ പ്രസംഗിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ഇതുകൂടി, ഒരു സഹായം കൂടി വേണം. ആ വേദികളിൽ അങ്ങനെ നിന്നിട്ട് ഇത് VS ആഗ്രഹിച്ചിട്ട് തന്നെ പ്രസംഗിക്കുന്നില്ല. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അത്രയും ചുരുക്കുകയാണ്. തിരുവനന്തപുരവുമായി ചേർത്ത് വയ്ക്കുമ്പോൾ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം തിരുവിതാംകൂറിൽ ജനിച്ചയാളാണ്. രാജഭരണത്തിൻ കീഴിൽ ജനിച്ചയാളാണ്. ആ രാജഭരണത്തിനെതിരായ പോരാട്ടം ആണ് VS അച്യുതാനന്ദൻ നടത്തിയത്. പുന്നപ്ര വയലാർ സമരം.
അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഈ യാത്രയപ്പൊക്കെ ലഭിക്കുന്ന ഈ സ്ഥലത്തെ ഈ അതിനു മുമ്പുണ്ടായിരുന്ന രാജഭരണത്തിനെതിരെ പോരാടിയാണ് VS അച്യുതാനന്ദൻ എന്താണ് പ്രമുഖ നേതാവായി മാറുന്നത്, സമര നേതാവായി വരുന്നത്. പുന്നപ്ര വയലാർ സമര നേതാവ് എന്ന വിശേഷണം എക്കാലത്തേക്കും അദ്ദേഹം ഏറ്റുവാങ്ങുന്നത്. ഞാൻ കുറച്ച് നേരത്തെ പറയുമായിരുന്നു പുന്നപ്ര വയലാർ ആ സമരത്തെ കുറിച്ച്, നേരിട്ട യാതനകളെ കുറിച്ച് VS തന്നെ പറയുന്ന ഓർക്കുമ്പോഴേ അതെ 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 ഒരു മനുഷ്യനെ എങ്ങനെ അതിനൊക്കെ അതിജീവിക്കും. അതാണ് ആ രാജഭരണത്തിനെതിരായ പോരാട്ടം അന്ന് തുടങ്ങിയത്. അതാണ് VSന്റെ ഈ സമരങ്ങളുടെ ഒരു നൈരന്തര്യവും അതിനെ നീട്ടിക്കൊണ്ടു പോകാൻ ഏതറ്റം വരെയും കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിൻ്റെ ശേഷിയും നമ്മൾ അറിയേണ്ടത്. അതിനുശേഷം അദ്ദേഹം രാജകുടുംബത്തിനെതിരെ രൂക്ഷമായി സംസാരിക്കുന്നതും പോരാടുന്നതും നമ്മൾ കണ്ടു. എപ്പോഴാണ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പോലും, അതായത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള സ്വർണം മോഷണം പോകുന്നു എന്നതിൽ ഏറ്റവും രൂക്ഷമായ ആരോപണം, ഡയറക്റ്റായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അദ്ദേഹം മാത്രമല്ല, മാധ്യമങ്ങളെയൊക്കെ ഇങ്ങനെ നിരന്തരം മാധ്യമപ്രവർത്തകർക്ക് ക്ലാസ് എടുക്കുന്നത് പോലെ അദ്ദേഹം ഈ കാലത്തെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാനൊരു അന്നത്തെ ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടു. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് മാധ്യമപ്രവർത്തകന്റെ ചോദ്യം അത് രാജാവിൻ്റെ പക്ഷത്ത് നിന്നുള്ളതാണല്ലോ, ഇപ്പോൾ വീണ്ടും രാജഭരണത്തെ പ്രകീർത്തിക്കുന്ന കാലമാണല്ലോ എന്നും കൂടി പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു ക്ലാസ് അങ്ങ് എടുക്കുന്നത്. എങ്ങനെയാണ് ഈ കാലം മാറി? 97 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇങ്ങോട്ട് ഘട്ടം ഘട്ടമായി തിരുവിതാംകൂർ ഇല്ലാതായതും അതിനുശേഷം ഇത് അവിഭക്ത കേരളമായി മാറിയതും ഒറ്റ കേരളമായി ഒറ്റ സംസ്ഥാനമായി മാറിയതും ഒക്കെ ആ ചരിത്രം പറഞ്ഞു വെച്ചു. പ്രിവി പേഴ്സ് അതിന് ശേഷം ഇന്ദിരാഗാന്ധി നിർത്തലാക്കിയതും പറഞ്ഞു വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. എല്ലാം കൃത്യം എടുത്ത് പറഞ്ഞ് മാധ്യമങ്ങളെ പഠിപ്പിക്കുകയാണ്. അതായത് നിങ്ങൾ ജീവിക്കുന്ന കാലം വേറെയാണ്, ഈ കാലം എന്ന് പറയുന്നത് രാജഭരണ കാലമല്ല, ഇത് ജനാധിപത്യ കാലമാണെന്ന് മാധ്യമപ്രവർത്തകൻ്റെ ഒരു ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം പ്രകോപിതനാകുകയല്ല, അദ്ദേഹം വളരെ ഊർജ്ജസ്വലതയോടെ ആ വിഷയം അദ്ദേഹം അവതരിപ്പിച്ച് പഠിപ്പിക്കുകയാണ്. അവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്, മാർത്താണ്ഡവർമ്മ അതായത് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീമായി തന്നെയാണ് ആ വിഷയം അദ്ദേഹം അവതരിപ്പിക്കുക. അന്ന് മാർത്താണ്ഡവർമ്മ ഈ എന്താണ് ഈ അമ്പലത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന പായസം എന്ന മട്ടിൽ സ്വർണം അടിച്ചു മാറ്റി എന്ന് വരെ VS ഡയറക്റ്റ് ആക്രമിച്ചു. എന്തായാലും എല്ലാ വിഷയങ്ങളും ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നെയാണ് ഈ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം അദ്ദേഹത്തിന്റെ അച്ഛനൊരു VS ചെല്ലാത്തതിലൊക്കെ ഒരു രോഷം പ്രകടിപ്പിച്ചപ്പോൾ നടത്തിയൊരു മറുപടി, അതും പട്ടി എന്നൊക്കെ വിളിച്ചിട്ട് അല്ലേ? അതായത് നേരിട്ട് വളരെ അഗ്രസീവായ പ്രതികരണം നടത്തുന്നത്. പക്ഷേ ഇത് ഇത്തരം വിഷയങ്ങളിൽ, അതായത് നമ്മൾ ഈ ഏതെങ്കിലും ഒരു വ്യക്തിപരമായ ഒരു സാഹചര്യത്തിനപ്പുറത്ത് പൊതുവിഷയങ്ങളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന അത്രയും വിശാലമായ വിഷയങ്ങളിൽ, പൊതു താല്പര്യമുള്ള വിഷയങ്ങളിൽ, സംസ്ഥാനത്തിൻ്റെ താല്പര്യം മുൻനിർത്തിയുള്ള വിഷയങ്ങളിൽ, പാർട്ടി താല്പര്യം മുൻനിർത്തിയുള്ള വിഷയങ്ങളിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങളെ നമ്മൾ സൂക്ഷ്മമായി ഓരോന്നും പ്രത്യേകം വിലയിരുത്തേണ്ടതാണ്. കാരണം ഒരു വഴി അങ്ങ് അടച്ചു കളയും അദ്ദേഹം ഒരൊറ്റ അടിക്ക്. അതിനപ്പുറത്ത് അതായത് ഈ മറുപക്ഷം തല ഉയർത്താത്ത തരത്തിലുള്ള ഇടപെടൽ നടത്താനുള്ള ആഘാതശേഷിയുള്ള പ്രയോഗങ്ങളായിരുന്നു VS അച്യുതാനന്ദൻ എപ്പോഴും ഉണ്ടായിരുന്നത്. മാത്രമല്ല, പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്ന കാലത്ത് ഈ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും ഇങ്ങനെ നിരന്തര പ്രശ്നം, മുഖ്യമന്ത്രിയായിരിക്കെ പാർട്ടി നടപടി നേരിട്ടു, പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വരുന്ന സ്ഥലം വിവാദമൂല എന്ന് പേരിട്ടിരുന്നു. അന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്ന PRD ചേംബറിൻ്റെ അതിൻ്റെ ഇടത്തെ മൂലയ്ക്ക് പോയി നിന്നിട്ടാണ് അദ്ദേഹം അവസാനത്തെ കമൻറ്റ് പറയുക. അവിടെ നിന്നായിരിക്കും ആ ഒരാഴ്ചത്തേക്കുള്ള വിവാദം പൊട്ടി പുറപ്പെടുക. അപ്പോൾ ആ സ്ഥലത്തിന് വിവാദമൂല എന്നാണെന്ന് പത്രക്കാർ പേരിട്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ തിരുവനന്തപുരത്ത് രാജഭരണത്തിന് എതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടം നീണ്ടു നിൽക്കുന്നത് പുന്നപ്ര വയലാർ അവസാനിക്കുകയല്ല. അതിനുശേഷം ജനാധിപത്യ ഇന്ത്യയിൽ, ജനാധിപത്യ കേരളത്തിൽ ഈ കാലത്ത് രാജാവിൻ്റെ ഇടപെടൽ ശേഷിയുള്ള ഒരു മേഖലയിൽ അവിടെ നടക്കുന്ന ഒരു അനീതിക്കെതിരെയുള്ള ഇടപെടൽ എന്നത് കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, അതിൽ ഈ ഓരോ വിഷയത്തിലെയും പ്രധാനപ്പെട്ട ഒരു കക്ഷി എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ. അപ്പോൾ പരിസ്ഥിതി സമരങ്ങളിലാണെങ്കിൽ ആ സമരത്തിന് മുൻനിരയിൽ നിൽക്കുന്ന ആളെ ചേർത്ത് പിടിച്ചിട്ടാണ് പിന്നെ അതുമായി മുന്നോട്ട് പോവുക. എൻഡോസൾഫാൻ വിഷയത്തിൽ എങ്ങനെയായിരുന്നു? ഐസ്ക്രീം പാർലർ കേസിൽ അന്വേഷിയാണ് ആ കേസുമായി മുന്നോട്ട് പോകുന്നത്. അജിത രാഷ്ട്രീയമായി ധ്രുവങ്ങളിലുള്ള ആളുകളാണ്. പക്ഷേ അജിതയുടെ നേതൃത്വത്തിലുള്ള അന്വേഷിയെ ചേർത്ത് പിടിച്ചിട്ടാണ് പിന്നെ ആ സമയം. മാത്രമല്ല, നമ്മൾ എല്ലാ കാലത്തും VS എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ഒരുപാട് മുഖങ്ങളുണ്ടെങ്കിലും KK രമയെ ചേർത്ത് പിടിച്ചിട്ടുള്ള VSനെ മറക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. കാരണം അത് എന്ന് പറയുന്നത് അത് പലതരത്തിലാണ് അത് വിലയിരുത്തപ്പെടുന്നത്. അതായത് അന്ന് പാർട്ടിയിലെ ഈ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ VS അച്യുതാനന്ദൻ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളെ
ഏറ്റെടുത്തുകൊണ്ടാണല്ലോ ഈ പ്രാദേശികമായ വിഭാഗീയതകൾ പലതും പാർട്ടിയിലുണ്ടാവുന്നത്. അങ്ങനെ MR മുരളി പാലക്കാട് പോകുന്നു, ഇദ്ദേഹം TP ചന്ദ്രശേഖരൻ കോഴിക്കോട് പാർട്ടിയിൽ നിന്ന് വടകരയിൽ നിന്ന് പോകുന്നു. ഇവരെല്ലാം പാർട്ടിയിൽ നിന്ന് അകലുന്നത് ഇതിന് ഈ VS മുൻനിർത്തിയ ചില ആശയ സംഘർഷങ്ങളിലൂടെയും അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങളിലൂടെയും ഒക്കെ തന്നെയാണ് ഇവരൊക്കെ പുറത്തു പോകുന്നത്. പക്ഷേ അവരെ പൂർണ്ണമായി തള്ളിക്കളയാൻ പാർട്ടി ആ നിലയ്ക്കൊരുക്കമായിരുന്നില്ല എന്നുള്ള വാർത്തകളൊക്കെ വന്നു തുടങ്ങിയിരുന്നു. അങ്ങനെ MR മുരളിയുമായി ചർച്ച നടക്കുന്നു. TP ചന്ദ്രശേഖരനെ പോലും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ട ശ്രമങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഈ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം ഉണ്ടാവുന്നത്. അവിടെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതാണ് അവിടെ VS നടത്തുന്ന ഇടപെടലും VSൻ്റെ പ്രതികരണവും എന്ന് പറയുന്നത് തീർച്ചയായും അത് മാതൃകാപരമാണ്. രാഷ്ട്രീയ കേരളം ഓർത്തിരിക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. RMPയുടെ രാഷ്ട്രീയം ശരിയാണോ? RMP മുന്നോട്ട് വയ്ക്കുന്ന മാർഗം എന്താണ്? ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ഒരു പ്രത്യയശാസ്ത്രപരമായി ഏതെങ്കിലും തരത്തിൽ അത് നിലനിൽപ്പുള്ളതാണോ എന്നുള്ളതൊന്നുമല്ല. അതിനപ്പുറത്ത് മനുഷ്യനും തമ്മിലുള്ള ഒരു ഡീലുണ്ടല്ലോ, ഒരു ഇടപാടുണ്ടല്ലോ. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് തീർച്ചയായും നമുക്കൊരു ഒട്ടും മറക്കാനാവാത്ത ഒരു ഇടപെടലായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല, പക്ഷേ ഒരു സമയത്തും അദ്ദേഹം കൂടി ചേർന്നുണ്ടാക്കിയ പാർട്ടിയാണ് CPIM. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഈ പറഞ്ഞ പോലെ ആദ്യകാല അംഗങ്ങളിൽ, അതായത് പി കൃഷ്ണപിള്ള ഇവിടെ വന്ന ആദ്യ മെമ്പർഷിപ്പ് കൊടുക്കുന്ന ആലപ്പുഴയിൽ കൊടുക്കുന്ന ഒരാളാണ് VS. അപ്പോൾ ആദ്യ ആളുകളിൽ ഒരാളാണ് VS. അപ്പോൾ VS അങ്ങനെയുള്ള ഒരു VS അതിനുശേഷം CPIM ഉണ്ടാകുമ്പോൾ ആ CPIMൻ്റെ ആദ്യ നേതാക്കൾ, സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. CPIയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളാണ് VS അച്യുതാനന്ദൻ. അങ്ങനെ CPIM രൂപം കൊടുത്ത നേതാക്കളിൽ ഒരാൾ. അങ്ങനെയുള്ള നേതാവ് ഇതാണ്. മാധ്യമങ്ങൾ പലപ്പോഴും ഈ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു കൗതുകമാണ് ഞാൻ ഓർക്കുന്നത്. പാർട്ടി വിട്ടുതേ പോകാൻ പോകുന്നു എന്നാണ് ഏറ്റവും ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ പാർട്ടി വിട്ടു പോവുകയാണ് എന്ന് മാധ്യമങ്ങൾ എഴുതി. ആ സമയത്ത് പോലും ഒരു കാരണവശാലും VS പാർട്ടി വിടില്ല എന്ന്, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു നീക്കത്തിലേക്ക് ആത്യന്തികമായി VS എത്തില്ല എന്ന് കൃത്യമായി ഇടത് രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നവർക്കൊക്കെ അറിയാമായിരുന്നു.